പരുന്തിനോടും സത്യനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തു പറയും പരുന്തിനോട്? സത്യം പറഞ്ഞ പരുന്തിന്റെ മുഖത്ത് നോക്കാൻ ഒരു സങ്കടം. പൊന്നുമണി ഇങ്ങനെ മാറിപ്പോകുന്ന നമ്മളും കരുതിയോ? സ്വാമി തന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ചു. ആര് മുന്നറിയിപ്പ് തന്നാലും മാറേണ്ടവര് മാറും, തെറ്റിലേക്ക് പോവേണ്ടവര് പോകും. പക്ഷേ ഒരു വലിയ തെറ്റിൽ നിന്ന് നമ്മൾ രക്ഷിച്ചോണ്ട് വന്നതല്ലേ അവളെ. എന്നിട്ടും അത് മനസ്സിലാക്കാതെ സമയദോഷം തീർന്നിട്ടില്ലായിരിക്കും. ചന്ദ്രലേഖ വക്കീലും ഇപ്പൊ വിളിയില്ല. ചന്ദ്ര കേസ് വിട്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം എന്നെ കണ്ടപ്പോ ഒരു പരാതി പോലെ ചന്ദ്ര പറഞ്ഞിരുന്നു. പൊന്നുമണിക്ക് ശരത്തിനെതിരെയുള്ള കേസ് നടത്തിപ്പില് വലിയ താല്പര്യമൊന്നുമില്ലെന്ന്. അങ്ങനെയും കുറച്ച് പണവും സമയവും പോയി. കാശ് പോയത് പോട്ടെ, അത് തിരിച്ചു വരും. നിങ്ങൾ അതേപ്പറ്റി ഒന്ന് ഓർത്ത് ഒരുപാട് തലപുണ്ടാക്കണ്ട. മറ്റുള്ളവരെല്ലാം ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളും ജീവിക്കുന്നു. പക്ഷേ നമുക്ക് വേണ്ടി നമ്മളും ജീവിക്കുന്നില്ല. വേറാരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അതാ സത്യം. രണ്ടുപേരുണ്ടല്ലോ. അക്ഷര, ആ പാവങ്ങളെ രണ്ടും വരുന്നുണ്ട്. അവിടെ കാത്തു നിന്ന് മുഷിഞ്ഞോ? ഏയ്, നമുക്ക് കാത്തിരിക്കാൻ സാറൊക്കെ അല്ലേ ഉള്ളൂ. സാറും മേഡവും സ്വസ്ഥമായിട്ട് തൊഴുതിറങ്ങട്ടെ എന്ന് കരുതി. ഗണപതിയോട് എന്റെ അന്വേഷണം പറഞ്ഞല്ലോ അല്ലേ സാറേ? പിന്നെ ഇരുട്ടാ വഴി ചെന്നേക്കരുതെന്ന് പറഞ്ഞു. അന്ന് സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പരുന്ത് എവിടെയായിരുന്നു? അല്ല, ഇവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു സാറേ. കള്ളും കുടിച്ച് പഴയ മലയാള ഗാനങ്ങളും പാടി ശോകപ്പാട്ടുകളെ. പൊന്നുമണി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്. പരുന്തിന് നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരും. അയ്യോ മാഡം, നിങ്ങൾ വിഷമിക്കരുത്. കുടുംബം എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു എന്നത് സത്യം. ഇപ്പൊ ഞാനതങ്ങ് വേരോടെ പിഴുതു കളഞ്ഞു. എന്തിന്? സാറേ, കള്ളൻ, കള്ളുകുടിയൻ, പിഴച്ചവൾ, ആണിനും പെണിഞ്ഞും സമൂഹം അടിച്ചു കൊടുക്കുന്ന 3 ചാപ്പകളാ. ഒരു തിരിച്ചുവരവിന് അവര് ശ്രമിച്ചാലും തിരിച്ചു വന്നാലും സമൂഹം അത് സമ്മതിക്കില്ല. ഇരകളുണ്ടെങ്കിലല്ലേ വേട്ടക്കാരുണ്ടാവും. പൊന്നുമണിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് തന്നെ നോക്കണം. പ്രത്യേകിച്ച് ഒരു തവണ ഒന്ന് ഇടർ വീണ സ്ഥിതിക്ക്. പക്ഷേ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ സാറേ. ഇരുട്ട് പറഞ്ഞു. പൊന്നുമണിയിൽ ഇടുക്കി ഗോൾഡിന്റെ ഒരു സ്വാധീനമുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇടുക്കി ഗോൾഡോ? നീലച്ചടയനെ, ഗഞ്ചാവ്. അല്ല, ഈ പുതിയ പിള്ളേര് തലതിരിഞ്ഞു പോകുന്നതില് അതിന് വലിയ പങ്കുണ്ട്. നീ ചുമ്മാ തോന്നിയ ദിവസം പറയല്ലേ. ഞാൻ ഊഹിച്ചതല്ലേ. ഇരുട്ടിന്റെ ഊഹം ഞാൻ പൂർണ്ണമായും തള്ളുന്നില്ല. പൊന്നുമണിയുടെ മാറ്റം, അതിന്റെ കാരണം കണ്ടെത്തിയേ പറ്റൂ.